1 കൊരിന്ത്യർ 15-13 വാക്യമാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ മെശിഹായും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മെശിഹ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പൗലോസ്ലീഹ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. കർത്താവ് ഒന്നാമതായി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടിയാണ്? നാമും മരണശേഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചെന്ന് ചേരാൻ വേണ്ടിയാണ്. മരിച്ച ശേഷം ഇതാ മനുഷ്യന് ഉയർപ്പുണ്ട്, അവൻ നിത്യജീവൻ അവകാശിയാണ് എന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറയുകയാണ്, മശിഹ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് എന്ന്. ഉയർപ്പിൻ്റെ നാളുകളിൽ നമുക്കും ഉയർപ്പിൻ്റെ അനുഭവത്തെ പ്രഘോഷിക്കാനിടയായിത്തീരട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നത് നമുക്ക് ബോധ്യമാകണമെങ്കിൽ നാമും ഉയർക്കും എന്ന വിശ്വാസം, ആ പ്രത്യാശ നമ്മിൽ വളരുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് നമുക്കൊരു സംസർഗം ഉണ്ടാകുന്നത്. ഈ വലിയ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.